ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കിവിടെ ചിരിച്ച് കളിച്ച് മതിച്ച് തിന്ന് ഉറങ്ങി ജീവിച്ചാൽ മാത്രം പോരാ. എങ്ങനെയായാലും മരണം അനിവാര്യമാണ്. കൊല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. മരിക്കുന്ന കാര്യം ഷുവർ മസ്റ്റ്. ഖബർക്ക് പോകേണ്ടി വരും. ഖബർ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി മായന്നെ ആവണമെന്നില്ല. സാധാരണ ഖബർ നമ്മൾ എന്താ, ഒരാളും ഒരു കയ്യും അല്ല. ഇപ്പം മേപ്പാടി കുറെ കിട്ടാത്തോലില്ലേ, ഓലെ ഖബർ എന്താ, എവിടെയാണോ ഓലെ കട അതിൻ്റെ ഖബർ. അത് ഒന്നിരിക്കൽ റൗലത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പാണ്. അല്ലെങ്കിൽ ഹുഫ്രത്തും മിൻ ഹുഫർ നീറാൻ, എന്താ നരകത്തോപ്പ, നരക കുഴിയാണ്. അള്ളാഹു കാക്കട്ടെ. നമ്മളിപ്പോൾ ഖബർ കിട്ടിയില്ലെന്ന് വേചാരേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? അള്ളയാണ്. ആ ഖബർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹിസാബുണ്ട് മഹ്ശറിൽ എത്തിയിട്ട്. ഒരു ഹദീസിലുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ വലാ ഹിജാബു യുഹ്ജിബു. ഏതൊരാളെയും നാളെ അള്ളാഹു അവനോട് സംസാരിക്കും, വിചാരണ ചെയ്യും. ആ സമയത്ത് അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയോ ഒരു വിവർത്തകനോ ഇല്ല. അള്ളാഹു അലം എങ്ങനെയാണ് ആ വിചാരണ. അങ്ങനെ ഇയാൾ ഐമന മിൻഹു, ഇയാൾ വലതു ഭാഗത്തേക്ക് നോക്കും. അപ്പൊ എന്താ കാണുക? ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി. എന്താ? അവൻ ദുനിയാവിൽ നിന്ന് ചെയ്ത അമലുകളാണ് വലത്തെ ഭാഗത്തുള്ളത്. വയന്നുറു അശ്അമ മിൻഹു, ഇടഭാഗത്തേക്ക് നോക്കുമ്പോഴോ അവിടെയും ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. എന്താ പറഞ്ഞത്? അല്ലാഹു അലം എങ്ങനെയാണ്? സ്വഹീഹായ ഹദീസാണ്. അങ്ങനെ വയന്നുറു ബൈന യദൈഹി, മുൻപിലേക്ക് നോക്കുമ്പോഴോ ഫലാ യറാ ഇല്ലാ നാറ തിൽകാ വജ്ഹി, അവന്റെ മുഖത്തിന്റെ നേരെയോ നരകവുമാണ്. നരകം ഇങ്ങനെ ആർത്ത് വിളിച്ച് ഇരമ്പിങ്ങനെ ആളിക്കത്ത് നരക. എന്നിട്ട് റസൂൽ പറയാ ഫത്തഖുന്നാർ, നിങ്ങൾ നരകം കാത്തോളൂ, ആ നരകത്തേക്ക് ചാടാനുള്ള പണി ചെയ്യണ്ടോ എന്ന് പറയും. ഒരു കാരക്കെന്നല്ല, ഒരു കാരക്കയുടെ ചെറിയൊരു ചീന്ത് സ്വതക്ക കൊടുത്തെങ്കിലും അതിന് കഴിച്ചിടാൻ വേണ്ടി നോക്കിയോളൂ. ഈ ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കട്ടെ. ഈ ഒരു പോയിന്റ് നമ്മൾ ചിന്തിക്കേണ്ട പോലെ എന്താ? റസൂലുള്ളാഹിയുടെ നബുവത്തിന്റെ വചനല്ലത്. ഒരു കാരക്കയുടെ ചെറിയ ചീന്ത് കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് കഴിച്ചിടാൻ വേണ്ടി നോക്കുക. അത് അസഹ്യമാണ് കേട്ടോ. മാഷാ അല്ലാഹ്. ഇപ്പം നമ്മൾ മരിച്ചില്ല. ഇപ്പം നമുക്ക് ഒരു കാരക്കും 10 കാരക്കും 100 കാരക്കും കൊടുക്കാൻ കഴിയും. കാരക്ക ഫോർ എക്സാമ്പിൾ. നമ്മളാൽ കഴിയുന്നത് സ്വതക്ക ചെയ്തുകൊണ്ട് എന്താവണം? നരകത്തിനെ തൊട്ട് നമ്മൾ കാവൽ തരണം. അല്ലാഹു തആല നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികൾ കൊടുത്തു തരട്ടെ. ആ ഹബീബിൻ്റെ ഇതെല്ലാം പറഞ്ഞത് ആരാണ്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞു തന്നല്ലേ. അള്ളാഹിൻ്റെ നമ്മളിടയിലെ ഒരു മാധ്യമം, ഏറ്റവും വലിയ മാധ്യമം എന്താ? റസൂലുള്ളാഹി തങ്ങൾ. അള്ളാഹ്ക്ക് പറയാനുള്ള കാര്യേൽപ്പിക്കൽ ജിബ്രീൽ മുഖേന മുത്തിനല്ലേ. അതേപോലെ നമുക്ക് എന്താവാ അള്ളാഹിനോട് പറയുള്ളത് ഹബീബിനും ഏൽപ്പിക്ക. അതാണ് ഇസ്തിശ്ഫാ. യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം നൽകണേ. അവിടെ പൊട്ടൻ വഹാബി അറിയും, ഓ റസൂലുള്ളാഹിനെ അല്ലാഹി, അവനെ തിരിയാത്തത് കൊണ്ടാണ്. നമ്മൾ സാധാരണ പറയും പോലെ ഷഫാഅത്ത് റെക്കമെൻഡ് ലഭ്യമാക്കലാണിത്. ഇസ്തിശ്ഫാ. റെക്കമെൻഡിന് അവകാശമുള്ള മുത്തുനബിയോട് റെക്കമെൻഡ് തരും. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് സ്വർഗം നൽകണേ. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി നബിയേ അവിടുന്ന് ഷഫാഅത്ത് ചെയ്യട്ടോ. അപ്പം എല്ലാം ചോദിക്കും. അള്ളാഹിനോട് ചോദിക്കണൊക്കെ ആരോട് ചോദിക്കാം? എങ്ങനെ? ഷഫാഅത്ത് നൽകി. വഹാബി എന്താ? റസൂലുള്ളാഹിനെ അല്ലാഹ് ജഹ്ല്
ഇവരൊക്കെ എന്തിനാ നമ്മൾ മീർക്കാത്ത് വായിച്ചില്ലേ? ഐറ്റങ്ങൾക്ക് കേട് വരുന്ന ഉദ്ദേശമല്ല വഹാബിയൊക്കെ, പിന്നെ നന്നാവണം തന്നെയാണ്. പക്ഷേ എന്തായി? നന്നാവാൻ വേണ്ടി ബുദ്ധിയെ ഹാക്കിമാക്കി. വഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അഖൽ, ഇവരുടെ ഉപ്പൂപ്പന്മാരായ മുഅ്തസിലത്തും പ്രശ്നം എന്തായി? ബുദ്ധിയെ ഹാക്കിമാക്കി, വിധികർത്താവാക്കി. അതേപോലെ ഇപ്പം നമ്മളെ വഹാബികളും സ്വഹീഹായ ഹദീസും സ്വരീഹായ സുന്നത്തെ തള്ളി അനുവദനീയമായ വ്യാഖ്യാനം അതൊക്കെ തള്ളിയിട്ട് ബുദ്ധിയെ ഹാക്കിമാക്കി. അപ്പോൾ പേച്ചു എന്താ പറഞ്ഞ് അകത്തുകൊണ്ടാ അങ്ങനത്തെ മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഒന്നിരിക്കൽ ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ നമ്മളിലേക്ക് വരും. അല്ലെങ്കിലോ മറ്റന്നാളെ ഉറപ്പിന്ന് 29 ഇന്ന് 29 അല്ലേ? അപ്പം എന്ത് മാസം കണ്ട നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെ ഉറപ്പാവും. മാഷാ അല്ലാ, സന്തോഷമല്ലേ? ഇതാ സന്തോഷം. എന്നും ഹബീബിനെ കൊണ്ട് സന്തോഷിക്കണം. പ്രത്യേകിച്ച് ഹബീബിൻ്റെ മാസമോ. ഇപ്പം എനിക്ക് റബീഉൽ ആഖിറിൽ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞുമോൾ മരണപ്പെട്ടിരുന്നു, ഫാത്തിമ സഹ്റ ബത്തൂൽ. അള്ളാഹു അവളെ ഞങ്ങൾക്ക് എന്താക്കി മാറ്റേ, ഒരു ഫറത്താക്കി തരട്ടെ. റബീഉൽ ആഖിർ വരും, പ്രത്യേക ഓർമ്മ എൻ്റെ കുഞ്ഞുമോളെ അതോർക്കും. അപ്പോൾ നമ്മളെ എല്ലാമായ ലോകത്തിൻ്റെ നേതാവായ അള്ളാഹിൻ്റെ ഹബീബും ഖലീലുമായ മുത്തുനബിനെ ഓർക്കണം, എന്നും ഓർക്കണ്ടേ. യഥാർത്ഥ ഓർമ്മ അല്ലെങ്കിൽ കാഫറ മഹബത്തെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ പുറത്തുപോയില്ലേ? അപ്പോൾ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടൊരു മാസം വരുമ്പോൾ വിശ്വാസികൾ ഖൽബിൽ ആനന്ദം ഉണ്ടാവും. അല്ലാഹുതആല തരട്ടെ. ആനന്ദം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആനന്ദം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ്? ആനന്ദത്തോട് കൂടെ എന്ത് വേണം? യഥാർത്ഥ മഹബത്ത് എന്താ? ഹബീബിൻ്റെ ചര്യയെ മുറുകെ പിടിക്കുക, കറാഹത്ത് ചെയ്യാതെ, ഹറാമുകൾ ചെയ്യാതെ, ഖിലാഫുൽ ഔലുകൾ ചെയ്യാതെ, ഖിലാഫുൽ അഫ്ളൽ ചെയ്യാതെ, നന്മകൾ മാത്രം ചെയ്യും. അപ്പോൾ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.